യെസ് 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 യെസ്. ഫൈനലി കൻസേലോടെ 2-3 വെട്ടിക്കലും ആ ഒരു ഷോട്ടും. കൻസേലോ പിന്നെ കുറച്ചൊരു അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പാസ്സൊക്കെ വളരെ ഷൂട്ട് ചെയ്യാൻ, ആ ഷൂട്ടിങ്ങിൽ പോയി റീബൗണ്ട് വന്നു. ലെവൻഡോസ്കിക്ക് പോലെ ഇങ്ങനെ തട്ടി പോയി. നമ്മൾ പാടത്ത് കളി ഉണ്ടല്ലോ, നമ്മൾ തട്ടി ആ ഒരു തീട്ടിലും കളി. എന്തായാലും ആ ഗോളിയുടെ ഇൻഎക്സ്പീരിയൻസാ തോന്നുന്നു. ഗോൾക്കിയുടെ ചെസ്റ്റ് തട്ടിയിട്ട് ഗോള് ലെവൻഡോസ്കിയുടെ ചെസ്റ്റ് തട്ടിയിട്ടാണ് ഗോളാണ്. ലെവൻഡോസ്കിയുടെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ആ ഗോൾ വീഴാൻ കാരണം. ആ ഒരു സഡൻ മിനിറ്റിൽ ഉണ്ടാവുന്ന ആ ഒരു റിയാക്ഷൻ, ആ ഗോളി പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് ചെസ്റ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്ത ആ ഒരു ഗോള് അതേ ചെസ്റ്റ് കൊണ്ട് തന്നെ ലെവൻഡോസ്കി അത് ഉള്ളിലോട്ട് ആക്കുക. അതൊരു ചില്ലറ ഇതല്ല, അതൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പോച്ചറിന് പറ്റുന്നൊരു കളി തന്നെയാണ്, അല്ലാതെ അപ്പുറമൊന്നുമില്ല. എന്തായാലും ബാഴ്സലോണ ഇന്ന് ജയിച്ചു. പക്ഷെ മഡ്രിഡ് നന്നായിട്ട് കളിച്ചിട്ടാണ്. മഡ്രിഡ് 10 പേരാണെങ്കിലും മഡ്രിഡ് അങ്ങനെ 10 പേരായിട്ടാണ് കളിക്കുന്നതെന്നുള്ള ആ ഒരു കുറവ് കാണിച്ചിട്ടില്ല. പകരം ആ ഒരു ഓൾഡ് അത്ലറ്റിക്കോ മഡ്രിഡ്, അതായത് നന്നായിട്ട് കയറി ഇറങ്ങി കളിക്കുന്ന, ഫുൾ ഡൈനാമിക് ആയിട്ട് കളിക്കുന്ന, ബോളിൽ മൊത്തം ബാക്കിലോട്ട് ഫുൾ ബ്ലോക്ക് ഡിഫൻഡേഴ്സായിട്ട് കളിക്കുന്നു. പിന്നെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം കയറുന്നു. വളരെ നല്ല കളിയാണ്, വളരെ നല്ല എൻജോയ് ചെയ്തൊരു കളി. എനിക്ക് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ആഴ്ചയിൽ ഉണ്ടായിട്ടില്ല. ഇതിന് മുന്നുണ്ടായ ബാഴ്സലോണ അത്ലറ്റിക്കോ മഡ്രിഡ് കളി പോലൊന്നും അല്ല ഇത്. 2 ടീമും കട്ടയ്ക്കാണ് നോക്കുന്നത്, കട്ടയ്ക്ക്. ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആദ്യ പകുതിയിലൊന്നും ലെവൻഡോസ്കിയോ ഫെറൻ ടോറസോ ആരും കളിക്കുന്നില്ല. എന്നിട്ടും ബാഴ്സലോണ നല്ലൊരു മിക്സ് ടീമിനെ വെച്ച്, റഫീനിയ ഇല്ലാത്ത ആ ഒരു കുറവൊന്നും കാണുന്നില്ല. അപ്പോൾ അത്രയും നല്ലൊരു മിക്സ് ടീമിനെ വെച്ചിട്ടാണ് ബാഴ്സലോണ കളിച്ചത്. സോ വെരി ഗുഡ്.